പൂജ, പൂജ, പൂജ. എന്താ ഒരു കുസൃതിച്ചിരി? ഞാനേ തനിക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താടോ? ചോക്ലേറ്റോ? എന്താ ഇനി ഇതും ടെലിപ്പതിയാന്ന് പറയൂ? ചോക്ലേറ്റ് എപ്പോ കഴിച്ചാലും സന്തോഷല്ലേ? കഴിച്ചോ. തനിക്ക് വേണം? താൻ കഴിക്ക്. കഴിച്ചോ. ആ നിക്ക് നിക്ക്. എന്നോട് കഴിക്കുന്നില്ലെന്ന് ചോദിച്ചിട്ട് ഞാനേ ഇതിന്ന് ഷെയർ ചെയ്തോളാം. ഹലോ. അമ്മേ, അയ്യോ സോറി. അയ്യോ ഞങ്ങളിവിടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എടി നിക്ക് നിക്ക്. അതല്ല, ഞങ്ങളിവിടെ ചോക്ലേറ്റ് വെച്ചതാ. ഓ ചോക്ലേറ്റ്. അത് ശരി. പ്രണയത്തിന് നിങ്ങൾ പുതിയ ഭാഷ്യം ചമക്കുകയാണല്ലേ? അല്ല, നിങ്ങളിതൊക്കെ എവിടെ നിന്ന് പഠിച്ചു? കേട്ടോടി പൂജ, ഇവൻ പണ്ടേ ഇതിലും വലിയ വികൃതിയായിരുന്നു. അന്നിവിടെ വെക്കേഷന് ഞാൻ വരുമ്പോഴേ ഞാനും മുത്തശ്ശി ഇവനും ഹാളിലാണ് കിടക്കുന്നേ. ഇവൻ എന്നെ ഉറങ്ങാനേ സമ്മതിക്കത്തില്ല. ഞാനൊന്ന് കണ്ണടച്ച് വരുമ്പോഴേക്കുവേ ഇവൻ എന്റെ ചെവിയിൽ എന്തെങ്കിലും തുരുമ്പിട്ടങ്ങ് കുത്തും. അല്ലെങ്കിൽ മുത്തശ്ശിയുടെ മുകളിൽ കൂടി ഏന്തി വലിഞ്ഞു വന്ന് എന്റെ തലമുടി പിടിച്ച് വലിക്കും. വികൃതി എന്ന് പറഞ്ഞ ഇങ്ങനൊരു വികൃതി ഞാൻ കണ്ടിട്ടേ ഇല്ലേ. പിന്നെ ഇവന്റെ അടുത്തെങ്ങും കിടക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇവന്റെ കൂർക്കമല്ലി എന്ന് പറഞ്ഞാലേ ഈ പഞ്ചായത്ത് മുഴുവനും കേൾക്കാം. അന്ന് ഇവനെ ഒരു ഒടങ്കൊല്ലി സൈക്കിൾ ഉണ്ടായിരുന്നു. എന്നെ ലോഡും വെച്ച് ഈ നാട് മുഴുവനും കൊണ്ടു നടക്കും. ഇവന്റെ കൂട്ടുകാരൊക്കെ എന്നെ എന്ന് വിളിച്ചിരുന്നതേ ആദിയുടെ പെണ്ണെന്നാ. എന്നാലും നിന്നെ ഞാൻ സമ്മതിച്ചു പൂജ. ഈ പൊട്ടനെ നീ കറക്കി അടിച്ചെടുത്തില്ലേ? കള്ളൻ. എന്നാ പിന്നെ ലച്ചു പോക്കോ. അതെ അതെ, സ്വർഗത്തിലെ കട്ടുറുമ്പാവാൻ ഞാനില്ലേ. പിന്നെ ഈ ചോക്ലേറ്റ് ഞാൻ കൊണ്ടുപോട്ടോ. എടുത്തോ. എന്നെ ഇപ്പൊ ഇവിടുന്ന് പാക്ക് ചെയ്യാൻ വേണ്ടിട്ടേ നീ എന്തും തരുമെന്ന് എനിക്കറിയാം.
അപ്പൊ പിന്നെ ഞാനത് മുതലാക്കണ്ടേ? ഈശ്വര, എന്റെ പൊന്നു പൂജ, അവള് വെറുതെ ഓരോ വിവരക്കേട് പറയുന്ന കേട്ടോ. എന്താ താൻ തലമുടിക്ക് പിടിച്ചു വലിച്ച കാര്യം? അയ്യോ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടുകൂടിയില്ല. ഉണ്ടാവാഞ്ഞിട്ടാണോ അവള് പറഞ്ഞത്? അവളങ്ങനെ പലതും പറയും, വെറുതെ തന്നെ. ലച്ചു വെറുതെ പറഞ്ഞതായിരുന്നെങ്കിൽ ഒന്നും മിണ്ടാതെ അത് കേട്ടോണ്ടിരുന്ന എന്തിനാ? അത് മതി. പിന്നെ നേരെ വെളുത്താലും അവളീ മുറിന്ന് പോകൂല, താനുണ്ടെന്നൊന്നും നോക്കൂല. അവളീ മുറിയെ 4 മുറിയാക്കും. വെറുതെ എന്തിനാ നമ്മളെ സ്വർഗത്തിലെ കട്ടുറുമ്പാക്കാൻ അവളെ നിർബന്ധിക്കുന്നേ? പിന്നെ താനെന്തിനാ അവളുടെ ചെവിയിൽ തുരുമ്പിട്ട് കുത്താൻ പോയത്? അതൊക്കെ ചെറുപ്പത്തിൽ ഓരോ രസങ്ങളല്ലേ. ആണോ? എന്നിട്ട് എനിക്കൊരു രസം ഉണ്ടായിരുന്നില്ലല്ലോ. അതിപ്പോ എന്റെ കുഴപ്പമാണോ? ഇല്ലാത്ത ഉടായ്പൊക്കെ കാണിച്ചു വെച്ചിട്ട് പ്രേമിക്കാൻ വരിക? ഞാൻ വിചാരിച്ച പോലൊന്നും അല്ല കയ്യിലിരിപ്പ്. ആള് മഹാ കച്ചറയല്ലേ? അയ്യോ, ദൈവദോഷം പറയല്ലേ. അത് ഈ ചെറുപ്പത്തിൽ ഓരോ വിവരക്കേടുകളുണ്ട്, ഓരോ തമാശ കാണിച്ചെന്ന് വെച്ച് പെമ്പിള്ളേരുടെ തലമുടിക്ക് പിടിച്ച് വലിക്കുന്നതാണോ ഇയാളുടെ തമാശ? അതും ഒരു തമാശയാണല്ലോ. ആണോ? അല്ലേ? ഇനി ഇങ്ങനെ ആരോടെങ്കിലും കാണിച്ചു ഞാൻ അറിഞ്ഞ കൊന്നുകളഞ്ഞ്. ആവർത്തിക്കാതിരുന്ന കുറച്ചു കാലോടെ തനിക്ക് ജീവിക്കാം കേട്ടോ. ഒരു മുടി വലിക്കാരൻ വന്നിരിക്കുന്നു. ഇയാൾക്ക് ഇത്ര കിട്ടിയ പോരാ. നമ്മുടെ കുഞ്ഞ് മോളെ, ദേ ഇതൊക്കെ അങ്ങോട്ട് എടുത്ത് കഴിക്ക്. കൊച്ചിന് നല്ല തൂക്കവും കളറും ഒക്കെ വരട്ടെ. പിടിക്കങ്ങോട്ട്. അല്ല, മോൾ എന്താ ഈ ആലോചിച്ചു കൂട്ടുന്നേ? എനിക്ക് എന്താ ചേച്ചി ആലോചിക്കാനുള്ളേ? എന്റെ ആദ്യമോന്റെ കാര്യമല്ലാതെ. ദൈവം അനുഗ്രഹിച്ചാൽ എല്ലാം ശരിയാകും മോളെ. അതിനുള്ള വഴിയൊക്കെ അടുത്ത് വരുന്നത് ചേച്ചി കാണുന്നുണ്ട്. എന്ത് വഴി? ലച്ചു വഴി. മനസ്സിലായില്ല. എന്റെ മോളെ, ഈ ലച്ചു ആത്മാർത്ഥമായിട്ടൊന്ന് വിചാരിച്ച ഈ പൂജയെന്ന് പറയുന്നവൾ ആ നിമിഷം ഔട്ടാവില്ലേ? ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല, ആദ്യക്കുട്ടന്റെ മനസ്സിൽ നിന്ന് പോലും എന്നേക്കുമായി. എന്താ ആ കുട്ടിക്ക് അതിനുള്ള സൗന്ദര്യമില്ലേ, കഴിവില്ലേ, പഠിപ്പില്ലേ, തറവാടിത്തോ അന്തസ്സോ ആഭിജാത്യമില്ലേ? ഏതായാലും അവിഹിത സന്തതിയെ വയറ്റിലിട്ടു നടന്ന് ആളുകളെ പറ്റിക്കുന്നേക്കാട്ടി ഭേദമല്ലേ ഭൂമിയിലേത് പെണ്ണും? ഇതിപ്പോ ലച്ചുമോളെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം കുട്ടിയല്ലേ. നാത്തൂനെന്ന് പറഞ്ഞ ആ കുട്ടിക്ക് ജീവനും. ദേ, നമുക്കെന്താ മോളെ ആ വഴിക്കൊന്ന് ആലോചിച്ചാൽ? ഞാൻ ആലോചിക്കഞ്ഞിട്ടല്ല ചേച്ചി. അവരുടെ കല്യാണം ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടത്. അതിനിടയിലല്ലേ അവള് പിണങ്ങി ബാംഗ്ലൂർക്ക് പോയതും ഈ നശിച്ചവള് ആദ്യയുടെ ജീവിതത്തിലേക്ക് കയറി വന്നതും. അതിനിപ്പോ എന്താ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ദേ, ലച്ചു ഇപ്പൊ മടങ്ങി വന്നു. പൂജ ഇവിടുന്ന് ഓടിക്കാനും നമ്മൾ തീരുമാനിച്ചു. പിന്നെന്താ പ്രശ്നം?